കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവന്നത്. പാകിസ്ഥാന്റെ ചാരസംഘടനയുടെ മേധാവി തന്നെ ബംഗ്ലാദേശിലെത്തി. അതും സിലിഗുരി കോറിഡോറിന് അടുത്തുള്ള രംഗൂരിൽ. ഇതിനു പിന്നിലെ ഗൂഢാലോചന എന്താണ്? ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും ഭീഷണിയുണ്ടോ? വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ബാക്കി ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ഈ 22 കിലോമീറ്റർ ഇടനാഴി ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അയൽരാജ്യങ്ങൾ എന്തുകൊണ്ട് ഇതിനെ ലക്ഷ്യമിടുന്നു? ഇതിനിടയിൽ മറ്റൊരു വൻ വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്നു. ഡോക്ലാം പ്രദേശത്ത് ചൈന 22 പുതിയ ഗ്രാമങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. ഇതിൽ 8 സിലിഗുരി കോറിഡോറിന് സമീപം. വികസന പദ്ധതികളുടെ മറവിൽ ചൈന എന്താണ് ആസൂത്രണം ചെയ്യുന്നത്? ഈ 3 രാജ്യങ്ങളും ചേർന്ന് ഇന്ത്യയുടെ ഏറ്റവും നാഡീപ്രധാനമായ ഭാഗത്തെ ലക്ഷ്യമിടുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? അവർക്ക് ഇതിൽ വിജയിക്കാൻ കഴിയുമോ? നമ്മുടെ സൈന്യം എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നത്? ഈ വീഡിയോയിൽ ഇതെല്ലാം വിശദമായി പരിശോധിക്കാം. കൂടാതെ ഇന്ത്യയുടെ സൈനിക തന്ത്രപരമായ ശേഷി എത്രത്തോളമുണ്ടെന്നും നമ്മുടെ അയൽരാജ്യങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണെന്നും മനസ്സിലാക്കാം. ആദ്യം തന്നെ എന്താണ് സിലിഗുരി കോറിഡോർ? പശ്ചിമ ബംഗാളിലെ ഈ ഇടുങ്ങിയ ഭൂപ്രദേശം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഏക കരഭാഗമാണ്. മഹാനന്ദ, തീസ്ത നദികൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മേഘാലയ, മിസോറം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര എന്നീ 8 സംസ്ഥാനങ്ങളെ ബാക്കി ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്നു. ഇപ്പോൾ പുതിയ ചില സംഭവവികാസങ്ങൾ ഈ മേഖലയുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സർക്കാർ മാറിയതിനുശേഷം ബംഗ്ലാദേശിന്റെ നിലപാടുകളിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. പുതിയ ഇടക്കാല സർക്കാർ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയോട് കൂടുതൽ എതിർപ്പ് നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ രംഗ്പൂർ ഡിവിഷൻ സന്ദർശിച്ചിരിക്കുന്നു. ഈ പ്രദേശം സിലിഗുരി കോറിഡോറിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ജനുവരി 21-ന് 4 അംഗ സംഘമാണ് രംഗ്പൂരിലെത്തിയത്. നമുക്ക് സിലിഗുരി കോറിഡോറിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടുതൽ വിശദമായി മനസ്സിലാക്കാം. ഈ കോറിഡോർ പശ്ചിമ ബംഗാളിലെ ജൽപായ്ഗുരി, സിലിഗുരി ജില്ലകളിലൂടെയാണ് കടന്നുപോകുന്നത്. മഹാനന്ദ, തീസ്ത, തോർസ, റഞ്ചിറ്റ് എന്നീ നദികൾ ഈ പ്രദേശത്തുകൂടി ഒഴുകുന്നു. ഇവിടെ പ്രധാനമായും ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. എന്നാൽ ശൈത്യകാലത്ത് താപനില 10 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട്. ഈ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി തന്നെ വളരെ സവിശേഷമാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്ന് ഹിമാലയൻ മലനിരകളിലേക്കുള്ള പടിപടിയായുള്ള ഉയർച്ച ഇവിടെ കാണാം. ഇത് സൈനിക തന്ത്രങ്ങൾക്കും വളരെ പ്രധാനമാണ്. കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്കുള്ള നീക്കങ്ങൾ നിരീക്ഷിക്കാൻ സാധിക്കും. സിലിഗുരി കോറിഡോറിലൂടെയാണ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ മുഴുവൻ ഗതാഗതവും നടക്കുന്നത്. ഈ കോറിഡോറിലൂടെയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഇന്ധനം, ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ എന്നിവയുടെ വിതരണവും നടക്കുന്നത്. 2023-ലെ കണക്കുകൾ പ്രകാരം ഏകദേശം 500 മില്യൺ ടൺ ചരക്കുകൾ പ്രതിവർഷം ഈ വഴി കടന്നുപോകുന്നു. ഇതിനു പുറമെ മറ്റൊരു വലിയ വെല്ലുവിളി കൂടി നമ്മൾ നേരിടുന്നുണ്ട്. 2017-ലെ ഡോക്ലാം സംഘർഷത്തിനുശേഷം ചൈന ഭൂട്ടാന്റെ അതിർത്തി പ്രദേശത്ത് ഏകദേശം 22 ഗ്രാമങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. ഇതിൽ 8 ഗ്രാമങ്ങൾ ഡോക്ലാം പീഠഭൂമിക്ക് സമീപമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സിലിഗുരി കോറിഡോർ വെറുമൊരു ഭൂപ്രദേശം മാത്രമല്ല, നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജീവനാഡിയാണ്. ഈ കോറിഡോറിലൂടെയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള എല്ലാ ചരക്കുനീക്കവും യാത്രയും വ്യാപാരവും നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ച് കണക്കുകൾ നോക്കാം. സിലിഗുരി കോറിഡോറിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് വീതി വെറും 22 കിലോമീറ്റർ മാത്രമാണ്. നേപ്പാളും ബംഗ്ലാദേശും തമ്മിലുള്ള ഈ ഇടുങ്ങിയ ഭൂഭാഗം ഇന്ത്യയുടെ സുരക്ഷാ വിദഗ്ധരെ എപ്പോഴും ആശങ്കയിലാക്കുന്ന ഒന്നാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരുമിച്ച് ഈ കോറിഡോറിനെ ലക്ഷ്യമിടുന്നുവെന്ന വാർത്തകൾ എത്രത്തോളം യാഥാർത്ഥ്യമാണ്? നമുക്കിത് വിശകലനം ചെയ്യാം. ഒന്നാമതായി പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തന്നെ നോക്കാം. പാകിസ്ഥാന് സിലിഗുരി കോറിഡോറിലേക്ക് നേരിട്ട് എത്തിപ്പെടാൻ യാതൊരു മാർഗവുമില്ല. അവർക്ക് അതിനായി ഒന്നുകിൽ ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിക്കണം, അല്ലെങ്കിൽ ടിബറ്റ് മ്യാൻമർ വഴി വരണം. രണ്ടും അസാധ്യമാണ്. രണ്ടാമതായി ഇന്ത്യയുടെ സൈനിക ശക്തി കണക്കിലെടുക്കണം. 2025-ലെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ ശക്തമായ സൈനിക ശക്തിയാണ്. അതേസമയം പാകിസ്ഥാൻ 12ാം സ്ഥാനത്തേക്ക് താഴ്ന്നിരിക്കുകയാണ്. ഇനി ബംഗ്ലാദേശിന്റെ കാര്യമെടുക്കാം. 2024 ഓഗസ്റ്റിന് ശേഷം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട്. പുതിയ സർക്കാർ പാകിസ്ഥാനുമായി അടുക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാണ്? ബംഗ്ലാദേശ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതാണ്. ഇന്ത്യയുമായുള്ള വ്യാപാരം, തൊഴിൽ അവസരങ്ങൾ, സാങ്കേതിക സഹകരണം എന്നിവയെല്ലാം ബംഗ്ലാദേശിന് വളരെ പ്രധാനമാണ്. 2024 ഓഗസ്റ്റിൽ നടന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ വലിയ വഴിത്തിരിവാണ് സൃഷ്ടിച്ചത്.
ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ മാറി മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതോടെ ബംഗ്ലാദേശിന്റെ വിദേശനയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. പുതിയ സർക്കാർ ഇന്ത്യയുമായുള്ള നിലവിലുള്ള വ്യാപാര കരാറുകൾ പുനഃപരിശോധിക്കുന്നതിനൊപ്പം പാകിസ്ഥാനുമായുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുകയും ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം വളരെ ശക്തമാണ്. 2024 മുതൽ 25 വരെ കാലഘട്ടത്തിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ആകെ വ്യാപാരം $15 ബില്യൺ. ഈ വ്യാപാര ബന്ധം തകർന്നാൽ ബംഗ്ലാദേശിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് താങ്ങാനാവാത്ത ആഘാതമായിരിക്കും. ഇതുമാത്രമല്ല, ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ബംഗ്ലാദേശി തൊഴിലാളികളിൽ നിന്നുള്ള വരുമാനം പ്രതിവർഷം $2.8 ബില്യൺ. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2.5 മില്യണിലധികം ബംഗ്ലാദേശി തൊഴിലാളികൾ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇത് ബംഗ്ലാദേശിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ താങ്ങാണ്. ഇനി ചൈനയുടെ നീക്കങ്ങൾ നോക്കാം. ഭൂട്ടാന്റെ അതിർത്തിയിൽ 22 ഗ്രാമങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു എന്നത് ഗൗരവമുള്ള കാര്യമാണ്. ഇതിൽ 8 ഗ്രാമങ്ങൾ ഡോക്ലാം പീഠഭൂമിക്ക് സമീപമാണ്. ഈ നീക്കം സിലിഗുരി കോറിഡോറിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നതിൽ സംശയമില്ല. എന്നാൽ ഇന്ത്യ ഈ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാണ്. സിലിഗുരി കോറിഡോറിന്റെ സുരക്ഷയ്ക്കായി നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 1. ശക്തമായ സൈനിക വിന്യാസം. 2. അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ. 3. വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ. 4. നിരന്തര നിരീക്ഷണ സംവിധാനങ്ങൾ. കൂടാതെ ഇന്ത്യ ഇപ്പോൾ തന്നെ VHF റഡാർ സിസ്റ്റം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താൻ സഹായിക്കും. ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കാം. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഭൂരാഷ്ട്രീയ സാഹചര്യം. ബംഗ്ലാദേശ് എന്ന രാജ്യം സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. അവർക്ക് അവരുടേതായ വിദേശനയം ഉണ്ടാകും. പക്ഷേ ഇന്ത്യയെപ്പോലെയുള്ള ഒരു വലിയ അയൽ രാജ്യവുമായി ശത്രുത വച്ചുപുലർത്തുന്നത് അവർക്ക് എത്രത്തോളം ഗുണം ചെയ്യും? നമുക്ക് ചില കണക്കുകൾ നോക്കാം. 1. ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയല്ല, ഇന്ത്യയാണ്. 2. ലക്ഷക്കണക്കിന് ബംഗ്ലാദേശി പൗരന്മാർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നു. 3. ഇന്ത്യയിൽ നിന്നുള്ള വൈദ്യുതി ബംഗ്ലാദേശിന് അത്യാവശ്യമാണ്. 4. ബംഗ്ലാദേശിലെ വ്യവസായങ്ങൾക്ക് ഇന്ത്യൻ അസംസ്കൃത വസ്തുക്കൾ വേണം. അപ്പോൾ ഒരു യുദ്ധമുഖത്തേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ബംഗ്ലാദേശിന് എന്തെല്ലാം നഷ്ടപ്പെടാം എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ സാമ്പത്തികമായി വളരെ എളുപ്പം ഒറ്റപ്പെടുത്താൻ കഴിയും. ഇനി പാകിസ്ഥാന്റെ കഥയെടുക്കാം. ഇപ്പോൾ പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അവരുടെ F-16 വിമാനങ്ങൾക്ക് സ്പെയർ പാർട്സ് വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണ്. പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യത്തിന് എങ്ങനെയാണ് ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് ഒരുങ്ങാൻ കഴിയുക? ഇനി ചൈനയുടെ കാര്യമെടുക്കാം. ഡോക്ലാം പ്രദേശത്തെ ചൈനീസ് ഗ്രാമങ്ങൾ തീർച്ചയായും ആശങ്കാജനകമാണ്. പക്ഷേ ചൈന ഒരു കാര്യം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. 2020 ഗാൽവാൻ സംഘർഷത്തിനു ശേഷം ഇന്ത്യയുടെ സൈനിക ശക്തി. ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് പിന്തുണ നൽകുമെന്നും ചൈനയ്ക്ക് അറിയാം. ഇതെല്ലാം കാണിക്കുന്നത് ഒന്നാണ്, ഇന്ത്യ പൂർണ്ണമായും സജ്ജമാണ്. കൂടാതെ നമ്മുടെ രാജ്യം ഒരിക്കലും ആക്രമണോത്സുക നയം പിന്തുടരാറില്ല. പക്ഷേ ആരെങ്കിലും നമ്മുടെ പരമാധികാരത്തിന് മേൽ കൈവക്കാൻ ശ്രമിച്ചാൽ അതിന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ഭാവിയിലേക്ക് നോക്കാം. സിലിഗുരി കോറിഡോറിന്റെ പ്രാധാന്യം വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക വളർച്ച കൂടിവരികയാണ്. ഇന്ത്യ ആസിയാൻ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആക്ട് ഈസ്റ്റ് പോളിസി പ്രകാരം നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. എന്നാൽ ഇവിടെ ഒരു പ്രധാന വെല്ലുവിളി കൂടി നമുക്ക് മുന്നിലുണ്ട്. അത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ്. സിലിഗുരി കോറിഡോർ പ്രളയ സാധ്യതയുള്ള പ്രദേശമാണ്. മഴക്കാലത്ത് തീസ്ത, മഹാനന്ദ നദികൾ കരകവിയുമ്പോൾ ഗതാഗതം താറുമാറാകാറുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ചില പ്രധാന നടപടികൾ സ്വീകരിച്ചു വരികയാണ്. 1. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ബദൽ പാതകൾ വികസിപ്പിക്കുന്നു. 2. ബംഗ്ലാദേശ് വഴിയുള്ള ചരക്ക് നീക്കത്തിനുള്ള കരാറുകൾ. 3. മ്യാൻമർ വഴിയുള്ള കടൽ കരമാർഗങ്ങൾ. ഒരു കാര്യം വ്യക്തമാണ്, നാം കാണുന്ന ഈ നീക്കങ്ങൾ ഒരുപക്ഷേ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ചൈനയുടെയും തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമാകാം. പക്ഷേ ഇന്ത്യ ഒരിക്കലും അവരുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ വഴങ്ങില്ല. സത്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സിലിഗുരി കോറിഡോർ ഒരു ബലഹീനയല്ല, മറിച്ച് നമ്മുടെ ശക്തിയുടെ പ്രതീകമാണ്. കാരണം ഈ ഭൂപ്രദേശത്തിലൂടെയാണ് നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ഇന്ത്യയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. സിലിഗുരി കോറിഡോറിനെ കേവലം ഒരു ഇടുങ്ങിയ വഴിയായി കാണാതെ അതിനെ ഒരു സാമ്പത്തിക ഇടനാഴിയാക്കി മാറ്റുക. ഇതിനായി നിരവധി പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ ഈ കോറിഡോറിന്റെ പ്രാധാന്യം ഇനിയും വർദ്ധിക്കും. പാകിസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പണപ്പെരുപ്പം 30% കടന്നു. വിദേശ നാണ്യ കരുതൽ വളരെ കുറവ്. IMF കടം തിരിച്ചടവ് പ്രതിസന്ധി. വ്യാവസായിക ഉൽപാദനം കുറയുന്നു. അപ്പോൾ ബംഗ്ലാദേശിന് എന്ത് സഹായമാണ് പാകിസ്ഥാന് നൽകാൻ കഴിയുക?
ഇനി ചൈനയുടെ കാര്യമെടുക്കാം. തീർച്ചയായും ചൈന ഒരു വലിയ സാമ്പത്തിക സൈനിക ശക്തിയാണ്. പക്ഷേ അവർക്കും ചില പരിമിതികളുണ്ട്. അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം, ആഭ്യന്തര സാമ്പത്തിക പ്രശ്നങ്ങൾ, റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രതിസന്ധി. ഇത്തരം സാഹചര്യത്തിൽ ഇന്ത്യയുമായി ഒരു സംഘർഷത്തിന് ചൈന തയ്യാറാകുമോ? എന്നാൽ എല്ലാറ്റിനുമുപരി ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ സായുധ സേനയാണ്. വിദേശ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ നമ്മളെ പേടിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. നമ്മുടെ സൈനിക ശക്തി, ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, സാമ്പത്തിക കരുത്ത് എന്നിവ കണക്കിലെടുക്കുമ്പോൾ സിലിഗുരി കോറിഡോറിന് നേരെ ഒരു ആക്രമണവും ഉണ്ടാകാൻ സാധ്യതയില്ല. സിലിഗുരി കോറിഡോർ എന്ന് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കുന്നത് അത് ഇന്ത്യയുടെ ഒരു ദുർബല കേന്ദ്രമാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് നമ്മുടെ ശക്തിയുടെ പ്രതീകമാണ്. നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന ഈ ഇടനാഴി ഇന്ത്യയുടെ സൈനിക സാമ്പത്തിക ശക്തിയുടെ ഉദാഹരണമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.